ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു സീരിയസ് വീഡിയോ ആണ്. കാരണം നമ്മൾ ഒന്നുകൂടി റീതിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരുണ്ട്, ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്, കൂടുതൽ ആൾക്കാർ, ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. കാരണം നമ്മളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മൾക്ക് കഷണ്ടിയിൽ മുടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭംഗി കൂടും, അല്ലെങ്കിൽ ഒരു സ്റ്റൈല് മാറും, അല്ലെങ്കിൽ നമ്മുടെ ലുക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വ്യക്തി ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് വിചാരിക്കാം. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് 10 ദിവസം റെസ്റ്റ് എടുക്കണം, ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, മെഡിസിൻസ് കഴിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കറക്റ്റായി കെയർ ചെയ്തും നമ്മൾ എന്തിനാണ് കെയർ ചെയ്യുന്നത്? ഒരു 10 മാസമോ 1 വർഷം കഴിയുമ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ നല്ല രീതിയിൽ വളർന്ന് നല്ല റിസൾട്ട് കിട്ടും എന്നൊരു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു മെൻ്റൽ ട്രോമ, അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ, അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ചില ആൾക്കാർക്ക് അത് കൂടുതലായിരിക്കും. പക്ഷേ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇദ്ദേഹം പേര് ശരത് എന്നാണ്, തൊടുപുഴയാണ് സ്വദേശം. ഒരു സ്ഥലത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഒരു ആഡ് കണ്ടിട്ട് പോയി ചെയ്തതാണ്. ഓക്കെ, അതും ചെയ്തത് തിങ്കിയുടെ കാരണം തിരുവനന്തപുരത്ത് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ കയ്യിലാണ് ചെയ്തത്. ക്വാളിഫൈഡ് ഡോക്ടറാണ്, ഒരു പ്രോബ്ലമില്ല, നല്ല സർജറി യോഗ്യനാണ്, ഡിഗ്രി ഉണ്ട് അദ്ദേഹത്തിന്. സർജറി ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട്സ്. എന്ത് ചെയ്യാൻ പറ്റും? ആലോചിച്ച് നോക്കൂ. പുള്ളി എല്ലാം കെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ ചെയ്തൊരു വ്യക്തിയാണ്. എന്നെ കോൺടാക്ട് ചെയ്തത് ഒരുപാട് വിഷമത്തോടു കൂടിയാണ്. കാരണം ഇങ്ങനെ പറ്റി എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഞാനൊരു ഫംഗ്ഷന് പോകുന്നില്ല, ഞാൻ ജോലിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതായത് പുള്ളി ഓൾറെഡി ടെൻഷനൊക്കെ ഡബിൾ ടെൻഷൻ പുള്ളിയുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോഴാണ് ആൾക്കാർ വളരെ ടെൻസ്ഡ് ആവുന്നത്. കാരണം ഒൻസ് ഗ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞു, ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളെ തലയുടെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഗ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫ്റ്റ് എന്ന് വെച്ചാൽ മുടിയുടെ റൂട്ടാണ്. ഗ്രാഫ്റ്റ് വേരോട് കൂടിയാണ് എടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെയാണോ നടുക അവിടെ വളരുള്ളൂ. ഇത് കുറയുകയാണ് ചെയ്യുക. ഇപ്പോൾ ഒരു 100 എണ്ണം ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ 100 എണ്ണം കുറഞ്ഞു. എവിടെയാണോ അത് നടുക അവിടെ വളരും. പക്ഷേ ആ നട്ട സ്ഥലത്ത് വളർന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ്റ്റ് വേസ്റ്റ് ആയിപ്പോയി, ഡാമേജ് ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 കോടി രൂപ കൊടുത്താലും നമുക്ക് ഗ്രാഫ്റ്റ് തിരിച്ച് കിട്ടില്ല. ഇത് വളരെ സീരിയസ് തിങ്കാണ്. അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ വളരെ ടെൻഷൻ ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി, വി ഹാവ് എ സൊല്യൂഷൻ. കാരണം എൻ്റെ ഒരു ചാനൽ എന്നുള്ളത് ഒരുപാട് ആൾക്കാരുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഫെയിൽഡ് ആയ കേസുകൾ കറക്ഷൻ ചെയ്ത് ഹെൽപ്പ് ചെയ്തൊരു ഇതാണ്. കാരണം വെച്ചാൽ ഞാൻ കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു സജഷൻ കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ടർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നിങ്ങൾക്കറിയാം. ഓക്കെ, അദ്ദേഹം 2 പ്രാവശ്യം ആദ്യം സർജറി ചെയ്തതാണ്. എൻ്റെ ഈ ചാനൽ തന്നെ പഴയ വീഡിയോസ് നോക്കി അറിയാൻ പറ്റും. 2 സ്ഥലത്ത് സർജറി ചെയ്തു, അദ്ദേഹം ഫെയിൽഡായി. 2 പ്രാവശ്യം ഫെയിൽഡായി. നല്ല രീതിയിൽ ക്രൗൺ ഏരിയ കംപ്ലീറ്റ് ആയിട്ടുള്ള കഷണ്ടി വന്നു. അദ്ദേഹത്തിന് ഫൈബർ ഇട്ടോ അല്ലെങ്കിൽ വിഗ് ഇട്ടോ അഭിനയിക്കേണ്ട അവസ്ഥ വന്നു. ആ സമയത്ത് പുള്ളി എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. പുള്ളി 3rd സർജറി ചെയ്തു, അതിനുശേഷം 4th സർജറി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി. അതേപോലെ ആക്ടർ ഷാജു, നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരു ഫേമസ് ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് ട്രാൻസ്പ്ലാന്റ് തിരുവനന്തപുരത്ത് തന്നെ പുള്ളി ചെയ്തും കൊളായ ശേഷം പിന്നെയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് കറക്ഷൻ സർജറി ചെയ്ത് 1 വർഷം കഴിഞ്ഞു, നല്ല റിസൾട്ട് വന്നു. അതേപോലെ രഞ്ജിത്ത് രാജിൻ്റെ കാര്യം പറയണ്ടല്ലോ, അദ്ദേഹം ഇതേപോലെ തന്നെ 2 പ്രാവശ്യം ആദ്യം സർജറി ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞതാണ് നിങ്ങളുടെ ഗ്രാഫ്റ്റ് ക്വാളിറ്റി എത്ര പോരാ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത്. ഈ ചെയ്യുന്ന ഡോക്ടർ ഇതിനെക്കുറിച്ച് ABCD അറിയില്ല, പണി അറിയില്ല എന്ന് നമുക്കേ അറിയുള്ളൂ. അതിനുശേഷം 3rd സർജറി ചെയ്ത് പുള്ളിയുടെ റിസൾട്ട് അടിപൊളിയായി. അപ്പോൾ ഇത് ചിന്തിക്കേണ്ട കാര്യം ഈ ഗ്രാഫ്റ്റിൻ്റെ പ്രോബ്ലം അല്ല, ചെയ്യുന്ന വ്യക്തിയുടെ പ്രോബ്ലമാണ്. ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, നിങ്ങളുടെ കയ്യിൽ ഒരു ആൾട്ടോ 800 കൊടുത്താലും ഒരു മെർസിഡീസ് ബെൻസ് കൊടുത്താലും നിങ്ങൾ കൊണ്ടുപോയി കുയിലേക്ക് കൊടുക്കും. കാരണം എന്താണ്? നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. വണ്ടി ഓടിക്കുന്ന ആളുടെ കയ്യിൽ സംഭവം കൂടി കൊടുക്കണം. അതുകൊണ്ട് ശരത്ത് വീണ്ടും സർജറി ചെയ്തു. ഐ ഷോ ഹിസ് സർജറി ഫോട്ടോസ്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ ആദ്യ സർജറി ചെയ്ത ഒരുപാട് ഗ്രാഫ്റ്റുകൾ റിമൂവ് ചെയ്യേണ്ടി വന്നു. കാരണം റോങ് ഡയറക്ഷനാണ്. അതായത് സൈഡിലൊക്കെ വേറെ ഡയറക്ഷനിലാണ്. മുടി ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ടാണ് വരുന്നത്. അതായത് ഈ സൈഡിലൊക്കെല്ലാം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഏറ്റവും സെൻസിറ്റീവ് ഏരിയ ആണത്. അതേപോലെ തന്നെ ചെറിയൊരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ കാണുമ്പോൾ ബോറായിരിക്കും. സൈഡ് ലോക്കിൻ്റെ ഡയറക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു കുറച്ച് സയൻറ്റിഫിക് കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് ഐ ഷോ ദ ശരത്സ് റിസൾട്ട്സ്. ഓക്കെ, കാരണം ഇത്രയും ഫെയിൽഡായ കേസ് ഗ്രാഫ്റ്റൊക്കെ റിമൂവ് ചെയ്തിട്ട്, കാരണം റിസൾട്ട് വന്ന് നമുക്കറിയണ്ടേ. ഷീസ് റിസൾട്ട്സ്. ഇത് അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് ഫോട്ടോസാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താണ്?
സർജറി ആദ്യം ചെയ്ത് ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നാണ്. കാരണം ഗ്രാഫ്റ്റ് ക്വാളിറ്റി പോരാണെങ്കിൽ ഇവിടെ റിസൾട്ട് വരാൻ പാടില്ലല്ലോ. ഇദ്ദേഹം സെക്കൻഡ് സിറ്റിംഗ് ചെയ്തിരിക്കുന്നത് കൊച്ചിയിലാണ്. ഞാൻ സർജറി ചെയ്ത് അതേ ക്ലിനിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടുത്തെ മെയിൻ ഡോക്ടറല്ല ഇത് ചെയ്തത്, അവിടുത്തെ അതർ ഡോക്ടേഴ്സ് ടീമാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ സരിത് ഇസ് വെരി ഹാപ്പി. അദ്ദേഹം നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ വീഡിയോ കണ്ട ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഔട്ട് ടു ദ വീഡിയോ. ഹായ്, എൻ്റെ പേര് ശരത്ത്. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ രണ്ടാമത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ്. ഞാൻ ആദ്യം ചെയ്തത് ഫെയിലിയർ ആയിപ്പോയായിരുന്നു. അതെൻ്റെ 23-ാമത്തെ വയസ്സിലായിരുന്നു. അപ്പോൾ അത് സക്സസ് ആവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത്. പക്ഷേ അത് അട്ടർ ഫെയിലിയർ ആയിപ്പോയായിരുന്നു. അത് ഒരു ആഡ് കണ്ടിട്ട് പോയി ചെയ്തതാണ്. അതിൻ്റെ ഒരു ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ അതിന് റെഫറൻസ് ഞാൻ എടുത്തില്ല, അങ്ങനെ പോയി ചെയ്തതായിരുന്നു അത്. അപ്പം അങ്ങനെ വന്ന ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ യാദൃശ്യമായിട്ട് സത്യനാരായണൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഇങ്ങനെ 7th ഗ്രേഡായിട്ട് ഒരു കഷണ്ടി വീഡിയോ ഇട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം എല്ലാവരും ഉപേക്ഷിച്ചൊരു കേസ് ഒരു മിറാക്കിൾ പോലെ റിക്കവർ ചെയ്ത് വന്നു. അപ്പോൾ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിലൊരു വിശ്വാസവും പിന്നെ തിരിച്ചു വരാമെന്നുള്ള എനിക്കൊരു കോൺഫിഡൻസ് തന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എന്തു വന്നാലും ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻസ് മനസ്സിൽ വന്നു. അങ്ങനെ ലാഡൻസിറ്റ കൊച്ചി സെലക്ട് ചെയ്തു. അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും സത്യനാരായണനെ വിളിക്കണമെന്ന് സത്യനാരായണൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പുനർജന്മം തന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കോൺഫിഡൻസ്, എനിക്ക് കണ്ണാടി നോക്കാനുള്ളൊരു കോൺഫിഡൻസ് തന്നത്, 2ാം ജന്മം തന്നത് സത്യനാരായണനാണ്, ലാഡൻസിറ്റയാണ്. അപ്പോൾ അതൊരു നന്ദി വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അങ്ങനത്തെ ഒരു ലൈഫാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാനും തല താത്തി നടക്കാനും ഒക്കെ ആയിരുന്നു എൻ്റെ ഒരു വിധി എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞിരുന്ന കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഈ ഫ്രണ്ട്സിനെയൊക്കെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് ഈശ്വരനായിട്ട് സത്യനാരായണനെ ഞങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ എത്തിച്ചു എന്ന് വേണം പറയാൻ. അത് എന്നെപ്പോലുള്ള ഒരുപാട് പേര്, അല്ലെങ്കിൽ ഫെയിലിയർ ആയി പോയവർ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും മുടി തിരിച്ച് കിട്ടില്ല എന്ന് വിശ്വസിച്ചവരെന്നൊക്കെ ഒരു പുനർജന്മം കൊടുത്തതാണ് ലാഡൻസിറ്റ ക്ലിനിക്കും സത്യനാരായണനും. അത് അനുഭവിച്ചവർക്കേ ഇത് മനസ്സിലാവുള്ളൂ. അതായത് എസ്പെഷ്യലി ബോയ്സ്, അവർക്കാണല്ലോ കൂടുതൽ കഷണ്ടി ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫെയിലിയർ ആയി പോയവർ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചവർക്കൊക്കെ അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, റിവ്യൂ ഒക്കെ നോക്കുക. അപ്പം നമുക്ക് A to Z കോൺഫിഡൻസ് തരാൻ ഡോക്ടേഴ്സ്, മറ്റുള്ള സ്റ്റാഫ് എല്ലാവരും ഉണ്ടാവും. നമുക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. എന്ത് വന്നാലും തലയുയർത്തിപ്പിടിച്ച് തന്നെ നമുക്ക് നടക്കാം. നമ്മൾ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ കളയാകപ്പെട്ട ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നമുക്ക് തലയുയർത്തിപ്പിടിച്ച് തന്നെ നടക്കാം. കാരണം മുടി എന്ന് പറയുന്ന ഒരാളുടെ ക്രൗൺ തന്നെയാണത്. അപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും എല്ലാം പോകും. നമ്മളെ പലയിടത്തും ബാധിക്കും അത്. നമ്മുടെ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ വിദ്യാഭ്യാസം ഉറപ്പായിട്ടും അവൻ്റെ ഒരു പേഴ്സണാലിറ്റി തന്നെ അത് ബാധിക്കും, മുടി എന്ന് പറയുന്നത്. അപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ അവൻ്റെ കോൺഫിഡൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. അവൻ്റെ ഒരു അച്ചീവ്മെൻ്റ് പഠനത്തിലും ജോലിയിലും അവൻ്റെ ഒരു കോൺഫിഡൻസ്, തലയുയർത്തി പിടിച്ച് നടക്കാന്നുള്ള കോൺഫിഡൻസ് എന്താണേലും 100% അതുണ്ടായിരിക്കും. മുടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യുക തന്നെ ചെയ്യണം. ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യത്തിൽ അല്ലെങ്കിൽ തിന്നിങ് ആയി പോവുക, അല്ലെങ്കിൽ ബാൾഡ്നെസ് ആവുക എന്നൊക്കെ പറയാൻ നമ്മുടെ കുറ്റം കൊണ്ടല്ലായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഫെയിലിയർ ആയി പോയ ഒരാൾ തിരിച്ച് കയറി വരുന്നത് എങ്ങനെയാണ്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ട്രീറ്റ് ചെയ്ത് എനിക്ക് ചെയ്തു തന്നിരിക്കുന്ന ഒരു RTU FU സഫയർ മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. 2500 ഗ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ക്വാളിറ്റി എൻ്റെ ഹെയറിലുണ്ട്. നമ്മുടെ ക്വാളിറ്റി ഓഫ് ഹെയർ നമ്മൾ അങ്ങോട്ട് വാശി പിടിച്ചാലും ഡോക്ടേഴ്സ് നോക്കിയിട്ടേ അവർ സർജറിക്ക് ഒരു ഓക്കെ പറയുള്ളൂ. അതാണ് ഇന്നത്തെ ഈ ക്ലിനിക്കിൻ്റെ മറ്റുള്ള ക്ലിനിക്കിനെ അപേക്ഷിച്ച് ഈ ക്ലിനിക്കിൻ്റെ എടുത്ത് പറയേണ്ടത്. അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടി തന്നെ ഒരു ബിസിനസ്സായിട്ടല്ല അവർ, ഒന്ന് ക്ലയൻറ്റിന് വേണ്ടി നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ്. ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആവണം. ഇവിടുന്ന് പോകുന്ന ഒരു ക്ലയൻറ്റ് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് കുറ്റം പറയരുത്. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ഇവർ തന്നിട്ടുള്ളത്. മറ്റുള്ള ക്ലിനിക്കിൽ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ബിസിനസ് പോലെ വന്ന് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പണം തന്നു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ നോക്കണം, നമ്മൾ കൈ ഒഴിയും. അപ്പോൾ എൻ്റെ ഒരു അനുഭവം പേഴ്സണൽ പറയുകയാണെങ്കിൽ, ഞാൻ മുന്നേ ചെയ്ത ഒരു ക്ലിനിക്കിൽ നിന്ന് എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് ചെയ്ത് കാശും പോയി, നമുക്ക് മൊത്തത്തിൽ എനിക്ക് ഡിപ്രഷനായി, അങ്ങനെ മറ്റുള്ള മെൻ്റൽ ട്രോമയിലോട്ട് പോകേണ്ടി വന്നു. അവിടുന്ന് തിരിച്ചു വരവാണ് എനിക്ക് ഇവിടുന്ന് വന്നത്. അപ്പം അങ്ങനെയാണ് അത് നമ്മളിത് ഹൈലി ഞാൻ പ്രിഫർ ചെയ്യുന്നതും ഞാൻ ചൂസ് ചെയ്യാൻ കാരണം. യെസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചു നിങ്ങൾ, പുനർജന്മം കിട്ടിയെന്നാണ്. കാരണം അദ്ദേഹത്തിന് കോൺഫിഡൻസ് തിരിച്ചു കിട്ടി. ഇപ്പം ഞാൻ കഷണ്ടി ആയിരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആയതുകൊണ്ടാണ്. എൻ്റെ പ്രീവിയസ് ഫോട്ടോസ് കാണിക്കാം, നോക്കി. ഇതായിരുന്നു എൻ്റെ പ്രീവിയസ് ഫോട്ടോ. ഈ ഒരു കഷണ്ടി അവസ്ഥയിൽ ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യില്ലായിരുന്നു. 10 വർഷത്തോളം വിഗ് ഉപയോഗിച്ചൊരു വ്യക്തിയാണ്.
വേറെ വഴിയിലാണ്. ആ സമയത്ത് ട്രാൻസ്പ്ലാന്റ് അത്ര ഫേമസ് ഒന്നുമല്ല. അതിനുശേഷം ട്രാൻസ്പ്ലാന്റ് പഠിച്ചത്, ട്രാൻസ്പ്ലാന്റ് ചെയ്തതും 2019 ഒക്ടോബറിലാണ് ആദ്യത്തെ സിറ്റിംഗ്. ഞാൻ ആദ്യം ചെയ്തത് പൂനെയിലാണ്. ഓക്കെ, കാരണം ഞാൻ സർജറി ചെയ്ത ക്ലിനിക്ക് ആ സമയത്ത് കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കേരളത്തിൽ ക്ലിനിക്കുകൾ സെർച്ച് ചെയ്താണ്. എനിക്കൊരു കോൺഫിഡൻസ് വന്നില്ല. പല ആൾക്കാർ നെഗ്ലക്റ്റ് ചെയ്തു, പല ആൾക്കാർ കളിയാക്കി, ചില ആൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, ഒരുപാട് എമൗണ്ട് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഔട്ട്സൈഡ് കേരള സെർച്ച് ചെയ്ത് 30ഓളം ക്ലിനിക്ക് ആദ്യം സെർച്ച് ചെയ്തൊരു വ്യക്തിയാണ്. ഓക്കെ, അതിനുശേഷം ആദ്യം പൂനെയിൽ ചെയ്തു. സെയിം ഡോക്ടേഴ്സ് ആൻഡ് ടീം കൊച്ചിയിൽ ക്ലിനിക്ക് ഓപ്പൺ ചെയ്തു. 2020 ജൂലൈയിൽ ഞാൻ എൻ്റെ രണ്ടാമത് സിറ്റിംഗ് ചെയ്തു. 2 സിറ്റിംഗ് ആയിട്ട് ഏകദേശം 8000 ഗ്രാഫ്റ്റ് എൻ്റെ തലയിൽ, 8000 ഗ്രാഫ്റ്റ് തലയുടെ ബാക്ക് സൈഡിൽ നിന്ന്, താടിയിൽ നിന്ന്, ചെസ്റ്റിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം ക്ലിനിക്ക് ട്രിവാൻഡ്രത്ത് ഓപ്പൺ ആയിട്ടുണ്ട്, അതേപോലെ തന്നെ കാലിക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ബാംഗ്ലൂരും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് കൊച്ചി ബ്രാഞ്ചിലാണ്. ഓക്കെ, എനിവേ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എന്തുകൊണ്ട് സീരിയസ് എന്ന് പറഞ്ഞത്, ഇപ്പം നമ്മൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ ഡോണർ ഏരിയ ലിമിറ്റഡ് ആണ്. ഡോണർ ഏരിയ ഒരിക്കലും നമുക്ക് ഡോണർ ഏരിയ പുതിയതായിട്ട് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഒരു ഗ്രാഫ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത്ര ആലോചിച്ചിട്ട് ചെയ്യണം. വീടിൻ്റെ അടുത്തൊരു ക്ലിനിക്ക് ഉണ്ട്, അവിടെ ചെയ്തേക്കാം എന്ന് അങ്ങനെയല്ല. അവിടെ എക്സ്പീരിയൻസ് ഇല്ല, നല്ല ക്വാളിറ്റി റിസൾട്ട്സ് കൊടുക്കുന്നുണ്ട് മാത്രം പോയി ചെയ്യുക. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ കൂണ് പോലെ ഒരുപാട് ക്ലിനിക്കുകൾ വരും. 5 രൂപ, 10 രൂപ, 15 രൂപ പെർ ഗ്രാഫ്റ്റ് അവർ ഹൈലൈറ്റ് ചെയ്യും. ഹൈലൈറ്റ് ചെയ്തിട്ട് ചോദിച്ചാൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ട് ബൂസ്റ്റ് ചെയ്യും. ആരെങ്കിലും ഒരാളുടെ റിസൾട്ട് ഇട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്യും. ഇത് കാണുമ്പോൾ 10-100 പേര് ഒരു സർജറി ചെയ്യും. സർജറി ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ക്ലിനിക്ക് അവിടെ കാണില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ആൾക്കാർ ഫെയിൽ റിസൾട്ട് വരും. ക്ലിനിക്ക് പൂട്ടിപ്പോവുക, അല്ലെങ്കിൽ അവർ പറയും നിങ്ങളുടെ ഗ്രാഫ്റ്റ് ക്വാളിറ്റി മോശമാകുന്ന റിസൾട്ട് കിട്ടുക. നമുക്ക് ഗ്രാഫ്റ്റ് ക്വാളിറ്റി നല്ലതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, നമ്മളിതിന് ബാക്കിൽ നടക്കാൻ റെഡി ആവില്ല. അപ്പോൾ നമ്മൾക്ക് അത് സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് തിങ്ക് ട്വൈസ്. കാരണം ഇത് ഇനി നമ്മൾ ചെയ്ത ശേഷം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഡോണർ ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ കറക്ഷൻ ചെയ്യാൻ പറ്റും. ഡോണർ ഏരിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ തന്നെ, ഞാൻ 10 രൂപ പെർ ഗ്രാഫ്റ്റിന് സർജറി ചെയ്ത ഒരാളുടെ ഒരു പയ്യനെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു വീടിൻ്റെ റിസൾട്ട്സ് കാണിക്കാൻ നോക്കിയേ. 10 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 10 രൂപയല്ലേ ഉള്ളൂ. ഇവർക്ക് ടാർഗറ്റാണ്. ഈ 10 രൂപയൊക്കെ ചെയ്യുന്ന ഒരിക്കലും ഡോക്ടർ സർജറി ചെയ്യില്ല 100%. അവിടെ അത് ഏറ്റവും ലോ ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അവർ യൂസ് ചെയ്യുകയുള്ളൂ. കാരണം വില കുറയുമ്പോൾ ക്വാളിറ്റി കുറയും. ഇവർക്ക് ടാർഗറ്റാണ്. ഒരു പേഷ്യൻ്റ് പോയി കഴിഞ്ഞാൽ മാക്സിമം ഗ്രാഫ്റ്റ് എടുക്കും. ഇദ്ദേഹത്തിന് 7000 വരെ ഗ്രാഫ്റ്റ് ഒറ്റ സിറ്റിങ്ങിൽ ചെയ്ത്, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, ഡോണർ കംപ്ലീറ്റ് നശിപ്പിച്ച് കഴിഞ്ഞു. വീണ്ടും ഒരു സർജറി പോയിട്ട് മെഡിസിൻ ഉണ്ട് ഒരു എഫക്റ്റ് ഇല്ലാത്ത അവസ്ഥയിലാക്കി കൊടുത്തു. ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അത്ര ടെൻസ്ഡ്, ഒന്നും ചെയ്യാം. ജീവിതകാലം മുഴുവനും ഇനി ഈ ഒരു അവസ്ഥ നടക്കേണ്ടി വരും. അതുകൊണ്ട് റീതിങ്ക് ചെയ്യുക. ഹെയർ ട്രാൻസ്പ്ലാന്റ് എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്താൽ മാത്രം പോലെ ക്വാളിറ്റി റിസൾട്ട് വേണം. വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് അവയർനെസ് തന്നിട്ടുണ്ടാവുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന യൂട്യൂബ് മാത്രമല്ല, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലാകണം ഒരുപാട് റിസൾട്ട്സിൻ്റെ റീൽസ് ഇടാറുണ്ട്, അതുപോലെ ഒരുപാട് ടിപ്സ് ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾ ഫോളോ ചെയ്തു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.